എം.ടെക് വിദ്യാർത്ഥികളുടെ കൈത്താങ്ങ് ഓണക്കിറ്റ് വിതരണത്തിന് തുടക്കമായി. വിശപ്പില്ലാത്ത ഓണത്തിനായി ഒരു സ്നേഹ കൂട്ടായ്മ എന്ന ലക്ഷ്യത്തോടെ വിളിയങ്കോട് എം.ടി.എം കോളേജ് വിദ്യാർത്ഥികൾ നടപ്പിലാക്കുന്ന കൈത്താങ്ങ് പദ്ധതിയുടെ ഈ വർഷത്തെ ഓണക്കിറ്റ് വിതരണത്തിന് തുടക്കമായി. കോളേജിലെ സോഷ്യോളജി വിഭാഗത്തിന്റെയും SIPയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അർഹരായവരിലേക്ക് ഭക്ഷണ കിറ്റ് എത്തിക്കുന്ന പദ്ധതിയുടെ വിതരണോദ്ഘാടനം വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ നിർവഹിച്ചു. ആരും വിശന്നിരിക്കരുത്, എല്ലാവരുടെയും വീടുകളിൽ ഓണത്തിന്റെ സന്തോഷവും സമൃദ്ധിയും തുല്യമായി എത്തിയേ തീരൂ എന്ന വലിയ കരുതലാണിത്. പരസ്പരം താങ്ങാവാനും ചേർത്ത് പിടിക്കാനും മതേതരത്വത്തിന്റെ ഈ മഹത്തായ ഉത്സവ നാളുകളിൽ നമുക്ക് ഒരുമിക്കാം. ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കാൻ വിദ്യാർത്ഥികൾ തന്നെ മുന്നോട്ട് വരുന്നത് വലിയ മാതൃകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ M.T.M കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രജിത് കെ അധ്യക്ഷത വഹിച്ചു. ആദ്യ കിറ്റുകൾ പ്രിൻസിപ്പലിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി. മാനേജ്മെന്റ് സ്റ്റഡീസ് മേധാവി സതീഷ് കുമാർ, അധ്യാപകരായ നന്ദകുമാർ CP, ആര്യ PS, റസീന PM, അഷിത, സ്റ്റുഡന്റ് കോർഡിനേറ്റർ നിൻഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കോളേജ് PRO ഫൈസൽ ബാവ സ്വാഗതവും സോഷ്യോളജി വിഭാഗം മേധാവി അബ്ദുൽ വാസിഖ് നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി നിർധനരായ കുടുംബങ്ങൾക്കായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൈത്താങ്ങ് പദ്ധതി വഴി ഭക്ഷണ കിറ്റുകൾ നൽകി വരുന്നുണ്ട്. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യാനും അതുപോലെ തന്നെ ഓണം ആഘോഷിക്കാൻ പറ്റാത്ത ഈ സാമ്പത്തികമായി പരിഗണിക്കുന്നതിനെ ചേർത്ത് പിടിക്കുന്നത് വളരെയധികം ഇങ്ങനെ ഒരു സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത കൂടി വളർത്തിയെടുത്തിട്ട് ഭാവിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഠനം പരീക്ഷ ആയി മാറാതെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ആളുകളുമായി അവരുടെ കഷ്ടതകളും ഒക്കെ അറിഞ്ഞുകൊണ്ട് അതിനെ നമ്മളാൽ കഴിയുന്ന എന്താണ് പരിഹാരമാർഗം ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ മാക്സിമം ചെയ്യുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കോട്ടയം ആശംസിക്കുന്നുണ്ട്. ഇതിനായി മുൻകൈയെടുത്ത അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഈ കോളേജിലെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇത് പറഞ്ഞാൽ വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ആദ്യമായിട്ട് റിൻഷാദാണ് ഈ ഒരു പദ്ധതി നമുക്ക് കാരണം കൈത്താങ്ങ് നമ്മൾ എല്ലാ മാസവും നടത്തുമ്പോൾ റിൻഷാദിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഗ്രൂപ്പാണ് ഉണ്ടാവാറ്. അപ്പോൾ അവര് കഴിഞ്ഞ മാസം കുറച്ചധികം ഫണ്ട് കിട്ടിയപ്പോൾ അവരാണ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞത്, സാറേ ഇതിൽ ഓണൊക്കെ വരുന്നത് ഒരു 100 കിറ്റ് കൊടുക്കുന്നുണ്ട്, അതിന് നമ്മൾ മെനക്കെടുന്നുണ്ട്, അപ്പോൾ അതൊരു ഓണക്കിറ്റായിട്ട് വിപുലമായിട്ടുള്ള രീതിയിൽ നടത്തിക്കൂടെ എന്ന് ചോദിച്ചു വരും. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരുടെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് വരാണ്ട് നേരെ പ്രിൻസിപ്പളോട് പറഞ്ഞു, സാറ് അതിന് പൂർണ്ണ സമ്മതം ഞങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളും മറ്റൊക്കെ ആയിട്ട് തുടങ്ങി. തുടക്കത്തിലൊക്കെ ആദ്യം ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഇവരൊക്കെ പറയുന്നത് അവർ 50 കിറ്റെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ ഇവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് എക്സാം ഫീസ് അടക്കാനുള്ള സമയമാണ്, സെമസ്റ്റർ ഫീസ്, പരിപാടി, ഡ്രസ് കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം ഒരു സംഖ്യ ഇറങ്ങുന്ന സമയമായിട്ട് പോലും നമുക്ക് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും നമ്മുടെ TPSന്റെയും മാനേജ്മെന്റിന്റെ ഒക്കെ ഫലമായിട്ടാണ് 100 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക്. എന്നാലും ഞങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ 80-ലായിരുന്നു നിന്നത്. ഇങ്ങനെ ആലോചിച്ചിട്ട് ലാസ്റ്റ് എത്തിയപ്പോൾ പഠിച്ചതിനെ കൊണ്ട് നമുക്ക് ആ 100 എന്ന് പറയുന്ന ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇനിയും ഇതിലേക്ക് ഫണ്ട് വരുന്നുണ്ട്. ഓരോരുത്തർ അങ്ങനെ തരാൻ പറ്റില്ല, അങ്ങനെ തരട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നവരുമുണ്ട്. അതെന്തായാലും ആ പൈസ നമ്മൾ അടുത്ത മാസത്തെ ഇതിലേക്ക് ഇപ്പം 100ന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ചെയ്യാനൊരു ലിമിറ്റ് ഉള്ളത് നമ്മൾ 100ൽ നിർത്തിയതാണ്. അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും നന്ദി പറഞ്ഞാൽ ശരിക്കും അതൊരു കുറച്ചിലാവും. എല്ലാവരോടും അതിനുള്ളൊരു കടപ്പാട് അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന വെളിയങ്കോട് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഓണം സീസണാണ്. അതുപോലെ തന്നെ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിനന്ദനം കൈവരിക്കാൻ. അപ്പോൾ ഇതിന് സഹകരിച്ച എല്ലാവർക്കും